ഇടുക്കിയെക്കുറിച്ചുള്ള പാട്ട് ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാണെന്ന് ചോദിച്ചാൽ അപ്പോൾ പറയും ഇവിടുത്തെ കാറ്റാണ് കാറ്റ്. ആ കാറ്റ് എവിടെയാണെന്ന് തേടി സന്ദീപ് രാജാക്കാടും സംഘവും പോയിരിക്കുകയാണ്. അടുത്ത മലമുകളിലേക്കാണ് കയറിയിരിക്കുന്നത്. എവിടെയാണ് എന്ന് നമുക്ക് നോക്കാം. ചതുരംഗപ്പാറയിൽ ഒരു മനോഹരമായ കാഴ്ചയുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വന്നത്. നമ്മുടെ ഈ ഉടുമ്പൻചോല പഞ്ചായത്ത് പ്രസിഡന്റാണ്. ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തമിഴ്നാടിൻ്റെ ഭാഗമാണ്, പക്ഷേ കേരളത്തിലൂടെ അല്ലാതെ ഈ മനോഹരമായ സ്ഥലം കാണാൻ ചെന്നെത്താൻ കഴിയില്ല എന്നുള്ളതാണ്. എന്തായിരുന്നാലും ഇവിടെ നിന്ന് ഇനി നമ്മൾ ജീപ്പിലാണ് പോകുന്നത്. നമ്മളിപ്പോൾ നിലവിൽ തമിഴ്നാടിൻ്റെ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. കേരളത്തിൻ്റെ ബൗണ്ടറി കഴിഞ്ഞ് തമിഴ്നാടിൻ്റെ സ്ഥലത്താണ് നിൽക്കുന്നത്. അങ്ങോട്ട് കടന്നു പോകുന്നതിന് വേറെ തടസ്സങ്ങളൊന്നുമില്ല. കാരണം നമ്മുടെ കേരളത്തിലൂടെ നിന്ന് വേണം തമിഴ്നാട്ടിൽ ഈ ബോർഡറിലേക്ക് കടന്നു പോകാൻ, വേറെ വഴിയില്ല. ഒരു 2 കിലോമീറ്റർ അല്ലേ? 2 കിലോമീറ്റർ. അടിപൊളി യാത്രയാണ്. എന്തായാലും നമ്മളിവിടെ വന്നെത്തിയിട്ടുണ്ട്. കുറേ വിനോദസഞ്ചാരികൾ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. മറ്റ് സൗകര്യങ്ങളൊന്നുമില്ല എങ്കിൽ പോലും ഈ മനോഹരമായ കാഴ്ച തേടിയാണ് കുറച്ച് ആളുകളൊക്കെ വന്നിരിക്കുന്നത്. നമുക്ക് അവരോട് കൂടി ഒന്ന് ചോദിക്കാം. വന്ന് ഇറങ്ങിയ സ്ഥിതിക്ക്, കണ്ട സ്ഥിതിക്ക് ചോദിച്ചു നോക്കാം. അടിപൊളി നല്ല വ്യൂ. ഈ ഭാഗത്തേക്ക് ആദ്യമായിട്ട് വരുന്നത്. ഞങ്ങൾ ശാന്തൻപാറയിൽ താമസിച്ചത്. പിന്നെ അവിടുന്ന് ഏറ്റവും ക്ലോസസ്റ്റ് പ്ലേസ് ഇതാണ് വരാൻ വേണ്ടി, ചതുരംഗപ്പാറ. നല്ല ലൊക്കേഷനാണ്, നല്ല തണുപ്പുണ്ട്. പിന്നെ ഇവിടുന്നുള്ള വ്യൂ അടിപൊളിയാണ്. നല്ല ആർട്ട് വർക്ക് പോലെ ഉണ്ട്. അത് കുറച്ച് സിറ്റി കാണാം, പിന്നെ ഫുൾ പ്ലെയിൻ ഏരിയ, പിന്നെ കുറച്ച് സിറ്റി. എന്നുള്ള വ്യൂ അടിപൊളിയാണ്. ഒരു വലിയ മലയുടെ ഏറ്റവും അറ്റത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇതിൻ്റെ താഴേക്ക് എന്ന് പറഞ്ഞാൽ ഒരു 3000 അടി മേളിൽ താഴ്ചയുണ്ടല്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതിൻ്റെ താഴെ തമിഴ്നാടാണ്. തമിഴ്നാടിൻ്റെ പാടങ്ങളും ടൗണും അങ്ങ് ഏറ്റവും മനോഹരമായി കാണാം. അത് തമിഴ്നാടാണെങ്കിൽ പോലും അത് കടന്നു വരാൻ കഴിയുന്നത് കേരളത്തിലൂടെ മാത്രമാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയാൽ വലിയ നേട്ടം ഇടുക്കിയുടെ ടൂറിസം മേഖലയ്ക്ക് ഉണ്ടാക്കാൻ കഴിയും. ഡൽഹി, മുംബൈ അടക്കമുള്ള സ്ഥലത്തുനിന്ന് പോലും ആളുകൾ ഇവിടെ കേട്ടറിഞ്ഞ് ഇവിടെ സ്ഥലത്ത് എത്തുന്നുണ്ട്. ചതുരംഗപ്പാറമെട്ട് എന്നറിയപ്പെടുന്ന പ്രദേശം ഒരുപാട് ആളുകൾക്ക് അറിയാവുന്നതാണ്, വന്ന് കാണേണ്ടതാണ്. മറ്റ് സൗകര്യങ്ങളൊന്നുമില്ല എന്നുള്ളതാണ്. ആ പരിമിതികളെല്ലാം പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. No words. We can't express into words that what the wind feels, what the cloud says, and what the mountains are. It's very beautiful. ഇവിടെ വരുന്നവർക്കെല്ലാം പറയാനുള്ള കാര്യം അത് മാത്രമാണ്. മനോഹരമെന്നല്ല, അതിമനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഈ കാഴ്ചകൾ നിങ്ങളെ തേടി ഇവിടെ തന്നെയുണ്ട്. മറ്റൊരു കാഴ്ച തേടി ഞങ്ങളുടെ യാത്ര തുടങ്ങുന്നു. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ ഇടുക്കി.